നമസ്കാരം. തമിഴ് സിനിമാ പ്രേമികൾക്കും മലയാളി പ്രേക്ഷകർക്കും സൂര്യയോടുള്ള ഇഷ്ടം പ്രത്യേകമായ ഒന്നാണ്. സൂര്യയേക്കാൾ താരമൂല്യമുള്ള നായികമാർ തമിഴ് സിനിമയിൽ ഉണ്ടെങ്കിലും താരങ്ങൾക്ക് റീച്ചബിൾ ആയ ഒരു ഹീറോ എന്നാൽ അത് സൂര്യ തന്നെയാണ്. സൂര്യയുടെ ഓഫ് സ്ക്രീൻ ഇമേജും ഈ ജനപിന്തുണയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ താരമൂല്യത്തിനൊത്തുള്ള ഒരു വിജയം സമീപകാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ശ്രദ്ധേയമായ ഉള്ളടക്കങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന മികച്ച സാങ്കേതിക പ്രവർത്തകർ അണിനിരക്കുന്ന ചിത്രങ്ങളാണ്. അതിലൊന്നാണ് തമിഴിലും തെലുങ്കിലുമായി ഒരുങ്ങുന്ന വിശ്വനാഥ് ആൻഡ് സൺസ്. ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം ഒരുക്കിയ വെങ്കി അഡ്ലൂരിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഇപ്പോഴിതാ പുറത്തെത്തിയ ചിത്രത്തിന്റെ ടീസറിന് വമ്പൻ പ്രതികരണമാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത്. ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ നേരത്തെ പുറത്തെത്തിയ പബ്ലിസിറ്റി മെറ്റീരിയലുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഫീൽ ഗുഡ് സ്വഭാവത്തിലുള്ള ഒരു ഫാമിലി എന്റർടൈനർ എന്ന തോന്നലാണ് അവ ഉളവാക്കിയിരുന്നത്. ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയതോടെ ചിത്രത്തിന്റെ സ്വഭാവം ഉറപ്പിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. സൂര്യയുടെ കരിയറിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നായി വിശ്വനാഥ് ആൻഡ് സൺസ് മാറിക്കഴിഞ്ഞു എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ടീസർ തരംഗം. സൂര്യ എന്ന നടനെ സ്നേഹിക്കുന്നവർക്ക് പഴയ ക്ലാസ് ആൻഡ് മാസ് സൂര്യയെ തിരികെ കിട്ടുന്നു എന്ന സൂചനയാണ് ഈ ചിത്രം നൽകുന്നത്. ടീസർ കണ്ട ആരാധകർക്കിടയിലെ പ്രധാന ചർച്ച ചിത്രത്തിലെ സൂര്യയുടെ ലുക്കിനെ പറ്റിയാണ്. ഗസനിയിലെ ഐക്കോണിക് കഥാപാത്രമായ സഞ്ജയ് രാമസ്വാമിയെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റൈലിഷ് ലുക്കിലാണ് സൂര്യ എത്തുന്നത്. കഥാപാത്രത്തിന്റെ പേര് സഞ്ജയ് വിശ്വനാഥ് എന്നായതും ഈ സാമ്യം ചർച്ചയാകാൻ കാരണമായി. പ്രേമലുവിലൂടെ തെന്നിന്ത്യൻ ഹൃദയങ്ങൾ കീഴടക്കിയ മമിത ബൈജു സൂര്യയുടെ നായികയായി എത്തുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. 20-കാരിക്ക് 40-കാരനായ സഞ്ജയിനോട് തോന്നുന്ന പ്രണയം എങ്ങനെയാണ് വെങ്കി അഡ്ലൂരി അവതരിപ്പിക്കുക എന്നത് കൗതുകകരമാണ്. GV പ്രകാശ് കുമാറിന്റെ സംഗീതം ടീസറിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. സൂര്യ GV പ്രകാശ് കൂട്ടുകെട്ട് എപ്പോഴും മാജിക്കലാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. സംവിധായകൻ വെങ്കി അഡ്ലൂരിയുടെ സമീപകാല ചിത്രങ്ങളായ വാത്തി, ലക്കി ഭാസ്കർ എന്നിവ വൻ വിജയങ്ങളായിരുന്നു. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ വൈകാരികമായ കഥകൾ പറയുന്ന വെങ്കി ഇത്തവണ സൂര്യയെപ്പോലെ ഒരു വലിയ താരത്തെ വെച്ച് അത്തരമൊരു ഫാമിലി ഡ്രാമ പരീക്ഷിക്കുന്നത് ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധ്യതകളുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ സൂര്യയുടെ പല ചിത്രങ്ങളും OTTയിൽ മികച്ച വിജയം നേടിയെങ്കിലും തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കുറവായിരുന്നു. വിശ്വനാഥ് ആൻഡ് സൺസ് ആ വിടവ് നികത്തുമെന്നാണ് ടീസറിൽ നിന്നുള്ള സൂചന. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിശ്വനാഥ് ആൻഡ് സൺസ് എന്നൊരു സിനിമ എന്നതിലുപരി സൂര്യ എന്ന നടന്റെ ഫീൽ ഗുഡ് വശങ്ങൾ കാണാൻ കൊതിക്കുന്നവർക്കുള്ള മറുപടിയാണ്. മമിതയുടെ പ്രസരിപ്പും സൂര്യയുടെ പക്വതയും ചേരുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയാകുമെന്നത് ഉറപ്പാണ്.